കട്ടിപ്പണിയിലാണല്ലോ. ഓ, മുറ്റം തൂക്കുന്നതാണോ കട്ടിപ്പണി? അല്ല, കുറച്ച് ദിവസമായിട്ട് നിന്നെ കാണാനേ കിട്ടുന്നില്ലല്ലോ. എന്തൊക്കെയാണ് പിന്നെ വിശേഷം? കുറേ ആയല്ലോ കണ്ടിട്ട്. എന്താണ് നമ്മളറിയാത്ത വല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങോട്ട് വരവുമില്ല, ഒന്നുമില്ല. എന്ത് പറ്റി? വിശേഷം ഇപ്പം നിനക്കല്ലേ, എനിക്കല്ലല്ലോ വിശേഷം. എന്താണ് പിന്നെ? ഇപ്പം നീ ഒന്നും അറിഞ്ഞില്ലേ? നിന്റെ നാത്തൂൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നല്ലോ. ഗൾഫിൽ നിന്ന് വന്നിട്ട് 2 ദിവസം അയക്കണല്ലോ. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല, നല്ല നിലയിലാണിപ്പോൾ. അപ്പം അതൊന്നും നീ അറിഞ്ഞില്ലേ? ഞാനിതാ എൻ്റെ മോൻ വന്നപ്പോൾ പറഞ്ഞതാണ്. അവൻ്റെ കൂടെയാണല്ലോ പണി ചെയ്യുന്നത്. അപ്പോൾ അവൻ വന്നപ്പോൾ പറഞ്ഞതാണ് എന്താണ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ നീ അറിഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടാണ് വന്നത്, നിൻ്റെ അടുത്ത് പറയാലോ എന്ന് വിചാരിച്ചു. അപ്പം നീ ഇതൊന്നും അറിഞ്ഞില്ലേ? അപ്പോൾ ഇനി അവൻ 2 ദിവസം ലീവുള്ളൂ, അത് കഴിഞ്ഞ് അവൻ തിരിച്ചു പോകും. അപ്പം ഞാൻ നിൻ്റെ അടുത്ത് ഒന്ന് കുറച്ച് നേരം ഒന്ന് കുശലം ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? അത് ശരി. ഓ, അവൻ്റെ കാര്യമാണ്. അവൻ വന്നാലെന്ത് പോയാലെന്ത്. എനിക്ക് അവൻ്റെ കാര്യം കേൾക്കുന്നത് തന്നെ ഇഷ്ടമില്ല. എനിക്ക് വേറെ വല്ലതും പറയാനുണ്ടെങ്കിൽ പറ, ആ കാര്യം വിട്. അതിൻ്റെ വിശേഷങ്ങൾ അറിയാണ്ടാണ് ഇപ്പോൾ. ഞാൻ ഇപ്പോൾ വിളിക്കലും ഇല്ല, പറയലും ഇല്ല, ഒന്നുമില്ല. അവൻ നീ വിചാരിക്കണ പോലെയൊന്നുമല്ല, ഇപ്പോൾ നല്ല നിലയിലാണ്. ഇപ്പോൾ ഇരിക്കണത് എത്രയോ ഉറുപ്പ്യ വാടക കൊടുത്തിട്ടാണ് ഇരിക്കണത്. ഇനിയിപ്പോൾ അവൻ്റെ കല്യാണം എന്നൊക്കെ പറയണ കേട്ട് 10-25 ലക്ഷം ഉറുപ്പ്യൻ്റെ വീട് ഇനി വാങ്ങിക്കണം എന്നൊക്കെ പറയണ കേട്ട്. ജോലി വല്ലതും പോയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. നീ അവൻ്റെ കാര്യമൊന്നും എൻ്റെ അടുത്ത് പറയണ്ട. എൻ്റെ കാര്യം കേൾക്കണതേ ഇഷ്ടമല്ല. കുറേ നാളിനിട്ട് കഷ്ടപ്പെടുത്തിയതാണ്. അപ്പം അവൻ്റെ കാര്യം കേൾക്കണതേ ഇഷ്ടമല്ല. എനിക്ക് വേറെ വല്ല കാര്യങ്ങളൊക്കെ പറയും. എനിക്ക് പണിയുണ്ട് ഒരുപാട് അപ്പുറത്ത്. ഫോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ ഒരു സൂചന കേട്ടിട്ടോ, ആരാന്നൊന്നും അറിയില്ല. ഇപ്പോൾ നല്ല നിലയിലാണ് ഇപ്പോൾ മൂപ്പര്. ഇപ്പോൾ ഇരിക്കണത് ഇപ്പോൾ 2-3 ദിവസമായിട്ട് വന്നു എന്നൊക്കെ ആണ് പറഞ്ഞത്. വലിയ തുക എത്ര വാടകയൊക്കെ കൊടുത്തിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ 10-25 ലക്ഷം ഉറുപ്പ്യൻ്റെ വീടൊക്കെ വാങ്ങണം, മോൻ്റെ കല്യാണം നടത്തണം എന്നൊക്കെയാണ് കേട്ടോ അവൻ പറഞ്ഞത്. കല്യാണം ഏകദേശം നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വിശദമായിട്ട് ഒന്നും കൂടി അവനെ കൊണ്ട് ചോദിച്ചറിയണം. അപ്പം നീ ഇതൊന്നും അറിഞ്ഞില്ല അല്ലേ? അപ്പം നീ ഇത് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് കുശലം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. രക്ഷപ്പെട്ടോ? എനിക്കറിയാം, എന്നെ അറിയായിരുന്നു അവർ രക്ഷപ്പെടും എന്നുള്ളത്. പാവപ്പോൾ ഒറ്റക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയായിരിക്കും, പണി ചെയ്യണമെന്ന ആൾക്കാരില്ലാണ്ട്. എന്തായാലും ഞാൻ അധികം വർത്താനം പറഞ്ഞ് നിൽക്കുന്നില്ല. അത് രക്ഷപ്പെട്ടല്ലോ. ഞാനെന്നാ മോളിൽ കൂട്ടിയിട്ടൊന്ന് അതുവരെ പോട്ടെ. എന്തെങ്കിലുമൊക്കെ പിടിക്കാനൊക്കെ ഉണ്ടാവും. ഞാനേ വേഗം പണിയൊക്കെ ഒരുക്കിയിട്ട് മോളിൽ കൊണ്ടൊന്ന് പോട്ടെ കേട്ടോ. ഇപ്പം നല്ലതിൽ എത്തിയിട്ടുണ്ടല്ലേ. ഇവിടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മോളെ കൊണ്ട് അവനെ കെട്ടിക്കണം എന്നൊക്കെ. അപ്പം എന്തായാലും ഒന്ന് ഞാൻ പോയി നോക്കട്ടെ. ഇപ്പോൾ നല്ല നിലയിലെത്തിയില്ലേ. അത് ശരിയാണ്. അപ്പം ഞാനൊന്ന് പോയിട്ട് വരട്ടെ. പോകണം, മോളിനെയും കൂട്ടിയിട്ട് വേണം പോകാൻ. ഇവിടെ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ കൊണ്ട് വെള്ളം കെട്ടിക്കണം എന്നൊക്കെ. എന്നാൽ ശരി. എന്നാൽ നീ അങ്ങോട്ട് ചെല്ലും, ഞാനൊന്ന് പോയിട്ട് വരാം കേട്ടോ. എന്നാൽ നീ പോയിട്ട് വാ. ഇതല്ലേ മനുഷ്യന്മാരല്ലേ. പണമുള്ളപ്പോൾ ഒരു സ്വഭാവം, പണം ഇല്ലാത്തപ്പോൾ വേറൊരു സ്വഭാവം. അല്ലാ, പണം വരുമ്പോൾ എത്ര പെട്ടെന്ന് ആ സ്വഭാവം മാറുന്നത്. പണം ഇല്ലാത്തപ്പോൾ ആർക്കും ഒരു വിലയും ഉണ്ടാവില്ല. അല്ലാ. പിന്നെ ഇന്ന് കോളേജിലേക്ക് പോകണ്ട കേട്ടോ. നമുക്കിന്ന് സ്ഥലം വരെ പോകണം. അപ്പോൾ ഇന്നത്തെ കോളേജിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പോകട്ടോ. നമുക്ക് വേഗം റെഡിയാവും. നമുക്ക് പോയിട്ട് എനിക്ക് കൂടി പ്രയോജനമുള്ള കാര്യമാണ്. നീ കുറേ ആയില്ലേ പറയുന്നത്. നമുക്ക് പോയിട്ട് വേഗം വരാം കേട്ടോ. ശരി, വേഗം റെഡിയാകും. ഇന്നത്തെ കോളേജിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേഗം റെഡി ആയിക്കോ. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്നാൽ നമുക്ക് പോകാം അമ്മ. ശരി, ഞാൻ എന്നാൽ റെഡിയാകും. കോളേജിലേക്ക് പോകണില്ല, വേഗം റെഡിയാകാം കേട്ടോളേ. ശരി എന്നാൽ.